പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രേഖകളില്ലാതെ ബീഹാറിൽ നിന്നുള്ള 21 കുട്ടികളെ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടികളെ കൊണ്ടുപോവാനിരുന്ന മതപഠന കേന്ദ്രത്തിന് അംഗീകാരമില്ലെന്ന് കണ്ടെത്തി. കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുർആൻ അക്കാദമിയിൽ പഠിപ്പിക്കാൻ എന്ന പേരിലാണ് കുട്ടികളെ കൊണ്ടുവന്നത്. ഈ സ്ഥാപനത്തിനാണ് അംഗീകാരമില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ കുട്ടികളെ പാലക്കാട് CWC, കോഴിക്കോട് CWCയിലേക്ക് കൈമാറി. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്നുള്ള 21 ആൺകുട്ടികളെയും 2 മുതിർന്നവരെയും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ സംശയാസ്പദമായ നിലയിൽ കണ്ടത്. റെയിൽവേ പോലീസിന്റെ പരിശോധനയിൽ 10 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കൈവശം മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തി. ഇതോടെ കുട്ടികളെ പാലക്കാട് CWCക്ക് കൈമാറുകയായിരുന്നു. CWCയുടെ അന്വേഷണത്തിൽ കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുർആൻ അക്കാദമിയിൽ പഠിപ്പിക്കാൻ എന്ന പേരിലാണ് കുട്ടികളെ കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തി. കോഴിക്കോട് അണ്ടിക്കോടുള്ള സ്ഥാപനം ഹായത്തുൽ ഇസ്ലാം സമിതിയുടെ നേതൃത്വത്തിൽ ഉള്ളതാണ്. എന്നാൽ ഈ മതപഠന സ്ഥാപനത്തിന് അംഗീകാരമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രസ്തുത സ്ഥാപനം എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗത്തിൽ വരുന്നതല്ലെന്നും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതല്ല എന്നുമാണ് CWC പറയുന്നത്. മതപഠന കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകൾ പാലക്കാടെത്തി കുട്ടികളെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കൈമാറിയിട്ടില്ല. പകരം പാലക്കാട് CWC, കോഴിക്കോട് CWCക്ക് കുട്ടികളെ കൈമാറി. കിഷൻഗഞ്ചിലെ CWCയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കൈവശമുള്ള ആധാർ രേഖയുടെ ഉൾപ്പെടെ ആധികാരികത പരിശോധിക്കുകയായിരിക്കും കോഴിക്കോട് CWC ഇനി ചെയ്യുക. കൂടാതെ രക്ഷിതാക്കളുമായും ബന്ധപ്പെടും. അതേസമയം രക്ഷിതാക്കൾ നേരിട്ടെത്തിയാലും കുട്ടികളെ വിട്ടു നൽകണമെങ്കിൽ വിദ്യാഭ്യാസ രേഖ, കൈമാറ്റ രേഖ തുടങ്ങിയവ ആവശ്യമുണ്ട്. പ്രദേശത്തെ ഗ്രാമപ്രമുഖന്റെ കത്ത് മാത്രമായിരുന്നു കുട്ടികളെ കൊണ്ടുവന്ന ആളുകളുടെ പക്കൽ ഉണ്ടായിരുന്നത്. ജനം, പാലക്കാട്.